മുഖങ്ങളിൽ ആണ് ചിരി വിടരുന്നതെങ്കിലും ചില ചിരികൾക്ക് പിന്നിൽ പല മുഖങ്ങളുണ്ട്. ആളുകളുടെ അഭിപ്രായത്തേക്കാൾ നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് പ്രാധാന്യം നൽകുക. ആരെയും ഒരുപാട് സ്നേഹിക്കരുത്. കാരണം ഒരാളെ അമിതമായി സ്നേഹിക്കുമ്പോൾ തെറ്റില്ലെങ്കിൽ കൂടി അയാളിലെ ചെറിയ ഒരു മാറ്റം പോലും സഹിക്കാൻ കഴിയാതെ വരും. അപ്പോൾ പലതും ചിന്തിച്ച് മനസ്സ് വേദനിക്കും. അതാണ് യാഥാർത്ഥ്യം. ആരുടെയെങ്കിലും അടുക്കൽ എന്ത് നല്ലത് കണ്ടാലും അവരോട് അത് പറയുക. നിങ്ങൾ പറയുന്ന കാര്യം അവർ ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കും. നമ്മുടെ തോൽവി ചിലരുടെ സ്വപ്നമായിരിക്കും. നമ്മുടെ കീഴടങ്ങൽ ചിലരുടെ ആഗ്രഹമായിരിക്കും. ഇവയ്ക്കെല്ലാം അപ്പുറം നമ്മുടെ പോരാട്ടവും നമ്മുടെ വിജയവും നമ്മുടെ മാത്രം ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലെത്താനാണ് നാം ശ്രമിക്കേണ്ടത്. പ്രതിസന്ധിയിൽ നമ്മുടെ കൂടെ നിൽക്കാത്തവരെ നമ്മുടെ വിജയത്തിലും കൂടെ കൂട്ടരുത്. നിങ്ങൾ മറ്റൊരാളുടെ പ്രേരണയാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും ചെയ്യരുത്. ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഓരോ വ്യക്തിക്കും നമ്മളെക്കാൾ നന്നായി പലതും അറിയാം. അത് കണ്ടെത്താനും ഉപയോഗിക്കാനും വേണ്ടത്ര സമയം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ചിലരുണ്ട് കർമ്മം കൊണ്ട് കൂടപ്പിറപ്പായവർ, നന്മ കൊണ്ട് നെഞ്ചിൽ കയറിക്കൂടിയവർ. മറ്റാരും ഇല്ലാതിരുന്ന സമയത്ത് നിങ്ങൾക്കായി ആരൊക്കെ ഉണ്ടായിരുന്നുവെന്ന് എപ്പോഴും ഓർക്കുക. ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളെയും പ്രയോജനപ്പെടുത്തുക. പരാജയം സംഭവിച്ചാൽ അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുക. ഉപയോഗപ്പെടുത്താത്ത അവസരങ്ങളാണ് പിൽക്കാലത്ത് പക്ഷാതാപമായി മാറുന്നത്. വാക്കുകൾ നിങ്ങൾക്ക് ചിന്തകളുടെ ചിന്ത നൽകുന്നു. സംഗീതം നിങ്ങൾക്ക് അനുഭൂതികളുടെ അനുഭൂതി നൽകുന്നു. ഒരു ഗാനം നിങ്ങൾക്ക് ചിന്തകളുടെ അനുഭൂതിയെ കാട്ടിത്തരുന്നു. എല്ലാത്തിലും പരാതി പറഞ്ഞു നടക്കുന്നവർ വിജയം അർഹിക്കുന്നില്ല. നിങ്ങളുടെ സൗഹൃദമാണ് നിങ്ങളുടെ ദൗർബല്യം എങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ബലവാൻ നിങ്ങളാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ തിരക്കഥ എഴുതാൻ മറ്റുള്ളവരെ അനുവദിക്കരുത്. ചിലപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ വീണ് കിട്ടുന്ന ചില സൗഹൃദങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവയാകുന്നത്. ദാരിദ്ര്യം ധീരത കൊണ്ടും പഴയ വസ്ത്രം വൃത്തി കൊണ്ടും രുചി കുറഞ്ഞ ആഹാരം ചൂടുകൊണ്ടും സൗന്ദര്യമില്ലായ്മ സ്വഭാവഗുണം കൊണ്ടും പരിഹരിക്കപ്പെടുന്നു. നിങ്ങൾക്ക് മറികടക്കാനുള്ള ഏറ്റവും വലിയ കടമ്പ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ സൃഷ്ടിച്ചെടുത്ത ആ വലിയ മതിലാണ്. ഒന്ന് മനസ്സ് വെച്ചാൽ അത് തകരും. സൈക്കിൾ ഓടിക്കുന്നത് പോലെയാണ് ജീവിതം. നിങ്ങളുടെ ബാലൻസ് നിലനിർത്താൻ നിങ്ങൾ മുന്നോട്ട് പോകണം. വേണമെന്ന് വിചാരിച്ചാൽ എന്തിനും നമുക്ക് സമയം കണ്ടെത്താൻ കഴിയും. പക്ഷേ വേണമെന്ന് തോന്നണം. മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കുന്ന സമയമാണ് നമ്മൾ അയാൾക്ക് നൽകുന്ന മൂല്യം. നിങ്ങളിൽ മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ പിന്നെ മറ്റൊന്നും ഒരു തടസ്സമല്ല. നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ ലഭിക്കുന്നിടത്തേക്ക് പോകുക. അവിടെ നിങ്ങളുടെ ആത്മവിശ്വാസം, ആരോഗ്യം, ജീവിതം എന്നിവ മികച്ചതായിരിക്കും. പിന്നോട്ടില്ല എന്ന് ഉറപ്പിച്ചാൽ മുന്നോട്ടുള്ള വഴികൾ തെളിഞ്ഞുവരും. നിങ്ങൾ ആളുകളെ പ്രചോദിപ്പിക്കുക, പ്രബുദ്ധരാക്കുക എന്നിവയല്ലാതെ മറ്റൊന്നും ചെയ്യില്ലെന്ന് തീരുമാനിക്കുക. ഒരു വ്യക്തിക്ക് മറ്റൊരാളെ പൂർണ്ണമായും മാറ്റാനാകില്ല. എല്ലായ്പ്പോഴും സ്വന്തം അടിത്തറയിൽ ഉറച്ചു നിൽക്കാൻ മറക്കരുത്. പരസ്പരം കേൾക്കാനുള്ള സമയവും പരിഗണിക്കാനുള്ള ക്ഷമയും ഉണ്ടാകുമ്പോൾ ആണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത്. ഇരുട്ടിലും വെളിച്ചത്തിലും ഒരാളാകാൻ കഴിയുന്നവരാണ് കെടാവിളക്കാവുക. അല്ലാത്തവർ വിളക്കാവും, പക്ഷേ വെളിച്ചമുണ്ടാകില്ല. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകളെയും കൂട്ടത്തിലായിരിക്കുമ്പോൾ വാക്കുകളെയും നിയന്ത്രിക്കുക. ഒരു പെണ്ണ് ഒരു ആണിനു വേണ്ടി കരഞ്ഞാൽ അതിനർത്ഥം അവൾ അവനെ ശരിക്കും സ്നേഹിച്ചിരുന്നു എന്നാണ്. എന്നാൽ ഒരു ആൺ ഒരു പെണ്ണിനു വേണ്ടി കരഞ്ഞാൽ അതിനർത്ഥം ഒരു പെൺകുട്ടിയെ അവൻ സ്നേഹിച്ചതുപോലെ വേറെ ആർക്കും ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല എന്നാണ്. പ്രവർത്തിക്കേണ്ടത് മറ്റൊരാളേക്കാൾ മികച്ചതാകാൻ വേണ്ടിയല്ല, ഇന്നലെ നിങ്ങൾ എന്തായിരുന്നോ അതിലും മികച്ചതാകാൻ വേണ്ടിയാണ്. പൊതുജനാഭിപ്രായത്തിൽ നിന്ന് സ്വതന്ത്രനാവുക എന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ
എന്തും നേടുന്നതിനുള്ള പ്രകൃതിയുടെ ആദ്യത്തെ ഔപചാരിക വ്യവസ്ഥ. നിങ്ങളുടെ ചിന്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവ പ്രവർത്തനങ്ങളുടെ തുടക്കമാണ്. ആകർഷകമായ, സ്വാഗതം ചെയ്യുന്ന സംസാരം മാത്രം സംസാരിക്കുക. മറ്റുള്ളവർക്ക് ഒരു ദോഷവും വരുത്താത്ത സംസാരം സന്തോഷകരമായ കാര്യമാണ്. വീഴ്ചകൾ ഒന്നും തന്നെ പറ്റാതിരിക്കുന്നതിൽ അല്ല മഹാത്മ്യം, ഓരോ തവണയും എഴുന്നേൽക്കുന്നതിൽ ആണ്. നിങ്ങളെ സന്തോഷത്തോടെ മാത്രം കാണാൻ ഉദ്ദേശിച്ചിട്ടുള്ള വ്യക്തിയെ ഒരിക്കലും വേദനിപ്പിക്കരുത്. ആത്മവിശ്വാസമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി. നിങ്ങൾ നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു തുടങ്ങുന്നു. നിങ്ങൾ നിങ്ങൾ തന്നെയാണ് മുഴുവൻ പ്രപഞ്ചത്തിലെ മറ്റാരേക്കാളും നിങ്ങളുടെ സ്നേഹവും വാത്സല്യവും അർഹിക്കുന്നത്. ശബ്ദം കുറച്ച് പലിശമായ ശൈലിയിൽ സംസാരിക്കുന്ന പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പൊതുവെ ആകർഷിക്കപ്പെടുന്നത് അവരുടെ ആത്മവിശ്വാസവും എടുത്തുചാട്ടവും ഇല്ലായ്മയും സ്ത്രീകൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നു. ഒരിക്കലും ആരെയും അമിതമായി ആശ്രയിക്കരുത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും നല്ലതാകുമ്പോൾ അല്ല, എല്ലാത്തിൻ്റെയും നല്ല വശം കാണാൻ കഴിയുമ്പോഴാണ് സന്തോഷം നമ്മുടെ ഉറ്റമിത്രം ആകുന്നത്. നിങ്ങളെ ബഹുമാനിക്കുകയോ അഭിനന്ദിക്കുകയോ ചെയ്യാത്ത ഒരാളെ നഷ്ടപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഒരു നേട്ടമാണ്, നഷ്ടമല്ല. നിങ്ങളുടെ ബന്ധുക്കളെ ആശ്രയിക്കാൻ ഒരിക്കലും ധൈര്യപ്പെടരുത്. കാരണം മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ അവരുടെ ആശ്രിതനും ദുർബലനും ആക്കുന്നു. വിജയം അന്തിമമല്ല, പരാജയം മാരകമല്ല, അത് തുടരാനുള്ള ധൈര്യമാണ്. വിജയതീരം കാണും വരെ ജീവിതം കൈവരികളില്ലാതെ ഒരു വലിയ തൂക്കുപാലം പോലെയാണ്. ഓർമ്മിക്കുക, നിങ്ങൾ ചുവടുകൾ വെക്കുമ്പോൾ ശ്രദ്ധയോടെയും വളരെ തന്ത്രത്തോടെയും ആണിച്ചുപടികൾ വെക്കുന്നത് എന്ന് ഉറപ്പാക്കുക. നിങ്ങൾ വിജയിക്കുമോ? നിങ്ങൾ തീർച്ചയായും വിജയിക്കും. നിങ്ങൾക്ക് തടസ്സങ്ങളും പ്രതിരോധവും നേരിടേണ്ടി വരും, പക്ഷേ ആത്യന്തികമായി അവ നിങ്ങളെ ഏറ്റവും മികച്ചതും അതുല്യവുമാക്കുന്നു. വെള്ളത്തിൽ നിന്ന് പഠിക്കാനുള്ള മനോഹരമായ കാര്യം, ഏത് സാഹചര്യത്തിലും ഏത് രൂപത്തിലും വെള്ളം ക്രമീകരിക്കുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ സാധിക്കണം എന്നതും, എന്നാൽ ഒഴുകാൻ നിങ്ങളുടേതായ വഴി കണ്ടെത്തണം എന്നതുമാണ്. ഈ ലോകത്ത് ആരെയും അധികം ആശ്രയിക്കരുത്, കാരണം ഇരുട്ടിൽ സ്വന്തം നിഴൽ പോലും നിങ്ങളിൽ നിന്ന് അകലും. ചിലരുണ്ട് കർമ്മം കൊണ്ട് കൂടപ്പിറപ്പായവർ, നന്മ കൊണ്ട് നെഞ്ചിൽ കയറിക്കൂടിയവർ. സ്വയം സംസാരിക്കുന്ന ആളുകൾ പൊതുവെ കൂടുതൽ ബുദ്ധിശക്തി ഉള്ളവരായിട്ടാണ് കാണപ്പെടുന്നത്. നിങ്ങളുടെ കുറവുകൾക്ക് കൂടി നന്ദി പറയുമ്പോൾ അവ അനുഗ്രഹങ്ങളായി മാറും. നിങ്ങൾക്കു മാത്രമേ നിങ്ങളുടെ സാഹചര്യം മാറ്റാൻ കഴിയൂ. ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത്. നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോടൊപ്പം കൊണ്ടു നടക്കരുത്, പകരം അവയെ നിങ്ങളുടെ കാൽക്കീഴിൽ വെക്കുക. അത് നിങ്ങളുടെ ചവിട്ടുപടികളായി ഉപയോഗിക്കുക. വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പ്രവർത്തിക്കുക മാത്രമല്ല, സ്വപ്നം കാണുകയും വേണം. ആസൂത്രണം ചെയ്യുക മാത്രമല്ല, വിശ്വസിക്കുകയും വേണം. മുനയൊടിഞ്ഞ് തേഞ്ഞു തീരുമ്പോൾ ആവും മനസ്സിലാവുക, ചിലരുടെ ജീവിതങ്ങൾക്ക് നിറം പകരാനുള്ള വെറും കളർ പെൻസിലുകൾ ആയിരുന്നു നമ്മളെന്ന്. എവിടെയും ജയിക്കുന്നതിന് നിങ്ങൾ ഒന്നിലധികം തവണ യുദ്ധം ചെയ്യേണ്ടി വന്നേക്കാം. ഭൂതകാലത്തിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ തിരുത്താൻ ജീവിതം നമ്മെ അനുവദിക്കുന്നില്ല, എന്നാൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തേക്കാൾ മികച്ച രീതിയിൽ ഓരോ ദിവസവും ജീവിക്കാൻ നമ്മെ അനുവദിക്കുന്നു. ഓരോ അവസരങ്ങളിലും അവൾ നിങ്ങളുടെ എല്ലാമെല്ലാമാണെന്ന് ആവർത്തിച്ച് തെളിയിക്കുമ്പോഴാണ് ഒരു സ്ത്രീ ഏറ്റവും സന്തോഷിക്കുന്നത്. മറ്റാരും ഇല്ലാതിരുന്ന സമയത്ത് നിങ്ങൾക്കായി ആരൊക്കെ ഉണ്ടായിരുന്നുവെന്ന് എപ്പോഴും ഓർക്കുക. ദമ്പതികൾ തമ്മിൽ സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല, അവർ തമ്മിൽ സുഹൃത്തുക്കളെപ്പോലെ പഴകാൻ കഴിയാത്തതാണ് എപ്പോഴും പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം. മിക്ക ആളുകളും ജീവിതത്തിൽ പരാജയപ്പെടുന്നത് ചെറിയ കാര്യങ്ങളിൽ അനാവശ്യമായ പ്രാധാന്യം നൽകുമ്പോഴാണ്. ആത്മവിശ്വാസം കൂട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം ഒരു മുറിയിലേക്ക് നടന്നു പോയി അവിടെ നിന്ന് സ്വയം ചിന്തിക്കുക, ഈ ലോകത്തുള്ള എല്ലാവർക്കും നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്ന്.
സ്ത്രീകൾ മരങ്ങളിൽ നിൽക്കുന്ന ആപ്പിൾ പോലെയാണ്. ഏറ്റവും മികച്ചത് മരത്തിന്റെ മുകളിലാണുള്ളത്. പുരുഷന്മാർക്ക് പൊതുവെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആപ്പിൾ വേണ്ട. കാരണം അവർക്ക് താഴെ വീഴുമോ, മുറിവുകൾ പറ്റുമോ എന്ന ഭയമാണ്. പകരം അവർക്ക് പഴുത്ത് താഴെ വീണ ആപ്പിൾ മതി. അത് കിട്ടാൻ എളുപ്പമാണ്. ഒരു യഥാർത്ഥ പുരുഷന് ഒരു സ്ത്രീയെ എങ്ങും തൊടാതെ തന്നെ പ്രണയിക്കാൻ കഴിയും. അവളുടെ ഹൃദയത്തെ മാത്രം സ്പർശിച്ച്. സമയം കൃത്യമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കും സമയം ആവശ്യം പോലെ ഉണ്ടാകും. സുഹൃത്തുക്കൾ വളരെ സഹായകരമാണ്. കാരണം അവർ നമ്മളെ ശ്രദ്ധിക്കുമെന്നതിനാൽ മാത്രമല്ല, അവർ നമ്മെ നോക്കി ചിരിക്കുന്നു. അവരിലൂടെ നാം അല്പം വസ്തുനിഷ്ഠതയും അല്പം എളിമയും മര്യാദയും ഒക്കെ പഠിക്കുന്നു. നമ്മൾ ജീവിത നിയമങ്ങൾ പഠിക്കുകയും ജീവിതത്തിലെ മികച്ച അഭ്യാസിയായി മാറുകയും ചെയ്യുന്നു.